ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ക്യാഷ് ചേച്ചിക്ക് തരാം കേട്ടോ. ആ ഇതെന്തായാലും ഇത് ചേച്ചിയുടെ കയ്യിൽ വെച്ചോ. ഇപ്പോഴത്തെ ആവശ്യത്തിന് വലത് കണ്ട് വാങ്ങിക്കേ. ആരും ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമില്ല. പുഷ്പഗിരിയിൽ ഒരു പ്രാവശ്യം കൊണ്ടുപോയി, ഇപ്പം 3-4 മാസമായി. പിന്നെ നമ്മളെ കൊണ്ട് മാർഗമില്ല കൊണ്ടുപോകാൻ. 16,000 രൂപ വേണം ആംബുലൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ. സങ്കടകരമാണ് ഇവരുടെ അവസ്ഥ. ഒരു ബാത്റൂം സൗകര്യം പോലുമില്ലാതെ തളർന്നുപോയ ഭർത്താവിനൊപ്പം ഒരു ഷെഡിൽ ജീവിക്കുന്ന ഒരു ചേച്ചി. ഒരു ഡയപ്പർ വാങ്ങാൻ പോലും ഇവർക്ക് മാർഗമില്ല. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ വാലേക്കടവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരുപാട് സങ്കടത്തോടു കൂടി ഈ ഒരു ഷെഡിൽ ജീവിക്കുന്ന രണ്ടുപേരെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലാണ്. ഒരു ഡയപ്പർ പോലും വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. അങ്ങനെ അവരെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ, ഒരു സപ്പോർട്ട്, ഒരു സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം. ആരും ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമില്ല. ആരും നമ്മളെ സഹായിക്കാനില്ല. നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലേ. രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെയാണ്. ചേച്ചിയുടെ ഈ ഒരു വീട് കാണുന്നവർക്ക് ആർക്കാണെങ്കിലും സങ്കടം വരും. അങ്ങനെ ഒരു കാഴ്ചയാണ്. വീടെല്ലാം വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. പ്രഷർ കൂടി സ്ട്രോക്ക് വന്നേ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൈപ്പർ പോലും വാങ്ങിച്ച് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ഞങ്ങൾ പുഷ്പഗിരിയിൽ ഒരു പ്രാവശ്യം കൊണ്ടുപോയി, ഇപ്പം 3-4 മാസമായി. പിന്നെ നമ്മളെ കൊണ്ട് മാർഗമില്ല കൊണ്ടുപോകാൻ. 16,000 രൂപ വേണം ആംബുലൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ. അതിനുള്ള മാർഗമില്ല, അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. വിഷമകരമാകുന്ന ഒരു സിറ്റുവേഷനിലാണ് ആള് കിടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സാഹചര്യമാണ്. ഈ ഒരു പഞ്ചായത്തിൽ തന്നെ എനിക്കാണ് പിന്നെ ഈ പേസ് മേക്കർ വെച്ചിട്ടുണ്ട്, ആസ്മയുണ്ട്. ചേച്ചിക്ക് പേസ് മേക്കർ വെച്ചിട്ടുണ്ടോ? ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. എനിക്കും വയ്യാത്ത, ഇപ്പം ആരും ഒന്നും പൊക്കാനൊക്കത്തില്ല. എന്നാലും നമ്മളിപ്പോൾ എന്തോ, ആരും ഇല്ലാത്ത ആളുകൾ എന്തോ ചെയ്യാൻ. അങ്ങനെ ചേച്ചിയും ചേട്ടനും കൂടെ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, വേറെ ആരും സഹായിക്കാനില്ല? ഇല്ല. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് വീട്ടുകാരുണ്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ സഹായിക്കും അല്ലേ. പഞ്ചായത്തിന്റെയും ഇവിടുത്തെ മെമ്പറുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇത്? എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. എങ്ങോട്ടും ഒരു ജോലിക്കും ചേച്ചിക്ക് പോകാൻ പറ്റത്തില്ല? പോകാനും പറ്റത്തില്ല, അപ്പൊ ചെയ്യാനും പറ്റത്തില്ല. ഇങ്ങനെ ഇത് വെച്ചേക്കുന്നത് കാരണം. ഇവര് താമസിക്കുന്ന പറയുമ്പോൾ ഈ ഒരു ചെറിയ പോർഷനിലാണ് ഇവര് കിടന്നുറങ്ങുന്നത്. ചേച്ചി ഉറങ്ങുന്ന ഈ ഒരു സ്ഥലത്താണ്. ഇതിൻ്റെ ഈ ഒരു റൂമിൻ്റെ തന്നെ അവസ്ഥ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേട്ടൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ തളർന്നു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം വീഡിയോ കാണുന്നവരോട് ചേച്ചിക്ക് എന്താ പറയണ്ടേ? ഇവിടുന്ന് ഒരു മാറ്റം നമുക്ക് വേണം, അത്രേ ഉള്ളൂ. ചികിത്സയ്ക്ക് വേണ്ടി ഡയപ്പറിന് തന്നെ നല്ലൊരു ചെലവ് വരും അല്ലേ? എല്ലാ ദിവസവും മാറിയിടണമല്ലോ അല്ലേ? പിന്നെ ഒരു ദിവസത്തേക്ക് ഒരു കവർ വേണം. 10 എണ്ണമേ ഉള്ളൂ ഒരു കവർ. 250 രൂപ, 270 രൂപ. ഒരു ദിവസത്തേക്ക് ഒരു ഡയപ്പർ വേണം. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം. വീടല്ല, ഇതൊരു ഷെഡാണ്. നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് തന്നെ ഇത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ബാത്റൂം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ക്യാഷ് ചേച്ചിക്ക് തരാം കേട്ടോ. ആ ഇതെന്തായാലും ഇത് ചേച്ചിയുടെ കയ്യിൽ വെച്ചോ. ഇപ്പോഴത്തെ ആവശ്യത്തിന് വലത് കണ്ട് വാങ്ങിക്കേ. ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഫോൺ പോലും ഇല്ല. ഫോണൊന്നുമില്ല. അപ്പം ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫോണ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കുടുംബത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാം. നമ്മൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുപോലുള്ള കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കിട്ടുന്നില്ലെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഈ ചാനൽ ഫോളോ ചെയ്യാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലുള്ള കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ആൾക്കാർ നമ്മുടെ പേജ് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം. ചേട്ടൻ്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ഒരു കുടുംബത്തെ സഹായിക്കണം.